വെൽക്കം ബാക്ക് ടു ദി ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ പാപ്പാ സ്പെക്ടക്കിൾസ് എന്ന പോയത്തിൻ്റെ ന്യൂ വേർഡ്സ് മുതലുള്ള ഭാഗങ്ങളാണ്. നമുക്ക് ആ ന്യൂ വേർഡ്സൊക്കെ നോക്കാം. ന്യൂ വേർഡ്സായിട്ട് ആദ്യം തരുന്നത് സ്പെക്ടക്കിൾസാണ്. സ്പെക്ടക്കിൾസ്, മൂക്കേ കണ്ണാടി, അല്ല ഹിന്ദിയിലാണ് ചക്ഷ്മ എന്ന് പറയുന്നത്. സ്പെക്ടക്കിൾസ്, SPECTACLES, സ്പെക്ടക്കിൾസ്. സ്പെക്ടക്കിൾസ് എന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, കണ്ണാടിയാണ്, മൂക്കേ കണ്ണാടിയാണ്. അപ്പോൾ അതൊരു ബഹുവചന രൂപത്തിലേ പറയാറുള്ളൂ. സ്പെക്ടക്കിൾ എന്ന് പറയാറില്ല, സ്പെക്ടക്കിൾസ് എന്നേ പറയുള്ളൂ. ദെൻ അടുത്തത് പെയർ, PEIR, പെയർ. പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് വീതമുള്ള ജോഡിയായത് എന്നൊക്കെയാണ് അർത്ഥം. പെയർ, എ പെയർ ഓഫ് ഷൂസ്, ഒരു ജോഡി ഷൂസ് അല്ലേ. എ പെയർ ഓഫ് ഗ്ലൗസ്, ഒരു ജോഡി ഗ്ലൗസ്. അപ്പോൾ പെയർ എന്ന് വെച്ചാൽ ജോഡി എന്നുള്ള അർത്ഥം ഉപയോഗിക്കുന്നതാണ്. ഗ്ലാൻസ്ഡ് മീൻസ് ഒരു തിരുനോട്ടം, പെട്ടെന്ന് ഒന്ന് എത്തി നോക്കുക. ഇറ്റ് ഈസ് കോൾഡ് ഗ്ലാൻസ്ഡ്, GLANCED, ഗ്ലാൻസ്ഡ്. വാച്ചിങ്, വാച്ചിങ് മീൻസ്, വാച്ച് മീൻസ് നിരീക്ഷിക്കുക, വാച്ചിങ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, വാച്ചിങ്. സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞാൽ മൂക്കേൽ കണ്ണാടി അല്ലേ, ചക്ഷ്മ. പെയർ എന്ന് പറഞ്ഞാൽ ജോഡി, രണ്ട് വീതമുള്ളത്. ഗ്ലാൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു തിരുനോട്ടം. വാച്ചിങ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക, കാണുക. അടുത്തത് ലെറ്റ് us തിങ്ക്, നമുക്കൊന്ന് ചിന്തിക്കാം. വാട്ട് ഈസ് പാപ്പ സെർച്ചിങ് ഫോർ? എന്താണ് പാപ്പ തിരക്കിക്കൊണ്ടിരുന്നത് അല്ലെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്? പാപ്പ ഈ സെർച്ചിങ് ഫോർ ഹിസ് സ്പെക്ടക്കിൾസ്. പാപ്പ തിരഞ്ഞുകൊണ്ടിരുന്നത് സ്പെക്ടക്കിൾസാണ്, തൻ്റെ കണ്ണാടിയാണ്. പാപ്പ ഈസ് സെർച്ചിങ് ഫോർ ഹിസ് സ്പെക്ടക്കിൾസ്. അതാ ഉത്തരം. വാട്ട് ആർ ദി പോസിബിൾ പ്ലേസസ് വേർ പാപ്പ ക്യാൻ ഫൈൻഡ് ഇറ്റ്? പാപ്പായ്ക്കത് എവിടെയൊക്കെ കാണാനുള്ള സാഹചര്യമുണ്ട്? വാട്ട് ആർ ദ പോസിബിൾ പ്ലേസസ്, എവിടെയൊക്കെ കാണാം? എവിടെയായിരിക്കും? ഒന്ന് ഇൻ ഹിസ് പോക്കറ്റ്സ്, തൻ്റെ പോക്കറ്റിൽ കാണും. അണ്ടർ ദി ചെയർ, കസേരയ്ക്കടിയെങ്ങനെ വീണ്ടെടുപ്പുണ്ട്, അത് കാണാം. നിയർ ദ വിൻഡോസ്, ജനലിൻ്റെ അടുക്ക നോക്കാം അല്ലേ. ഇൻ ദ കിച്ചൺ, അടുക്കളയിൽ. ആൻഡ് ഓൺ ഹിസ് ഹെഡ്, കൂടാതെ തൻ്റെ തലയിലും അത് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ട് ആർ ദ പോസിബിൾ പ്ലേസ് വേർ പാപ്പ ക്യാൻ ഫൈൻഡ് ഇറ്റ്? ഒന്ന് ഇൻ ഹിസ് പോക്കറ്റ്സ്, ഓർ അണ്ടർ ദ ചെയർ, നിയർ ദ വിൻഡോ, ഇൻ ദ കിച്ചൺ, ആൻഡ് ഓൺ ഹിസ് ഹെഡ്. എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? ഇൻ ഹിസ് പോക്കറ്റ്സ്, അണ്ടർ ഹിസ് ചെയർ, ഇടണം. നിയർ ദ വിൻഡോ, ഇടണം. ഇൻ ദ കിച്ചൺ ആൻഡ് ഓൺ ഹിസ് ഹെഡ്, അങ്ങനെ എഴുതണം കേട്ടോ. അടുത്തത് അറ്റ് ലാസ്റ്റ് വേർ ഡസ് പാപ്പ ഫൈൻഡ് ഹിസ് ലോസ്റ്റ് ഐറ്റം? അവസാനം പാപ്പ ഇതിവിടെ നിന്നാണ് കണ്ടുകിട്ടിയത്. അറ്റ് ലാസ്റ്റ് വേർ ഡസ് പാപ്പ ഫൈൻഡ് ഹിസ് ലോസ്റ്റ് ഐറ്റം? പാപ്പ ഫൈൻഡ്സ് ഇറ്റ് ഓൺ ഹിസ് ഹെഡ്. പാപ്പ ഫൈൻഡ്സ് ഇറ്റ് ഓൺ ഹിസ് ഹെഡ്, അതാ ഉത്തരം. അടുത്തത് നോക്കിയേ, ബി തിങ്ക് ആൻഡ് ഡിസ്കസ്. ആലോചിച്ച് ഒന്ന് ചർച്ച ചെയ്തൊക്കെ ഒന്ന് പറയുക. എപ്പാർട്ട് ഫ്രം റീഡിങ്, വായന കൂടാതെ. ഗെറ്റ് സം അതർ കോറസ് ദറ്റ് പാപ്പ കനോട്ട് ഡു വിത്തൗട്ട് സ്പെക്ടക്കിൾസ്. വായനയല്ലാതെ ബാക്കി എന്തെല്ലാം ജോലികളാണ് കണ്ണാടി ഇല്ലാതെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തത്? കണ്ണാടി ഇല്ലാതെ അദ്ദേഹത്തിന് വായിക്കാനാവില്ലെന്നറിയാം. പിന്നെ അതൊക്കെ കാര്യങ്ങളാണ്. എപ്പാർട്ട് ഫ്രം റീഡിങ്, he cannot use mobiles, watch TV and cut vegetables. അത്രയും പറഞ്ഞാൽ മതി. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, വാട്ട് മേക്സ് യുവർ പാപ്പ ഹാപ്പി? എപ്പോഴാണ് അദ്ദേഹത്തിന് സന്തോഷമാകുന്നത്? വാട്ട് മേക്സ് യുവർ പാപ്പ ഹാപ്പി? എന്ത് കാര്യം കൊണ്ട് അദ്ദേഹം സന്തോഷവാനാകുന്നത്? വെൻ ഐ ഡൂ മൈ ഹോംവർക്ക് he becomes happy. When I do my homework he becomes happy, or he becomes happy when I do my homework എന്ന് പറയാം. 3 മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ആസ് ഇൻസ്ട്രക്റ്റഡ് ബിലോ. താഴെ പറയുന്ന പോലെ ഒരു ലിസ്റ്റ് ഓഫ് തിങ്സ് ഉണ്ടാക്കണേ. എന്തൊക്കെയാണത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, തിങ്സ് ജനറലി മിസ്പ്ലേസ്ഡ് അറ്റ് യുവർ ഹോം. സാധാരണ വീട്ടിൽ കാണാതെ പോകുന്ന കാര്യങ്ങളില്ലേ, മിസ്പ്ലേസ്ഡ് ആയിട്ട് വെക്കുന്നിടത്ത് കാണാതിരിക്കുക, അതാ മിസ്പ്ലേസ്ഡ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്, ഹൂ ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് ദീസ് മിസ്പ്ലേസ് തിങ്സ്. ഈ മിസ്പ്ലേസ് തിങ്സിനെ കണ്ടെത്താൻ ആരെ സഹായിക്കുന്നത്? ആ കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ഒന്ന്, എന്തൊക്കെയായിരിക്കും നമ്മൾ മിസ്പ്ലേസ്ഡ് ആകുന്നത്?
പെന്ന് മിസ്പ്ലേസ്ഡ് ആകാം അല്ലേ, പെൻസിൽ മിസ്പ്ലേസ്ഡ് ആകാം, മൊബൈൽ മിസ്പ്ലേസ്ഡ് ആകാം, റിബൺ മിസ്പ്ലേസ്ഡ് ആകാം. അപ്പോൾ ഒന്ന് പെൻ, പെൻസിൽ, മൊബൈൽ ആൻഡ് റിബൺ ക്യാൻ ബി മിസ്പ്ലേസ്ഡ്. അപ്പോൾ ആ മൂന്നെണ്ണത്തെ അല്ല നാലെണ്ണം താഴേക്ക് ഒന്ന് എഴുതിയാൽ മതി. പെന്നെന്ന് എഴുതണം, അതിൻ്റെ താഴെ പെൻസിലെന്ന് എഴുതാം. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോന്നും നിങ്ങൾ എഴുതിയാൽ മതി. അടുത്ത് ഹൂ ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് ദീസ് മിസ്പ്ലേസ്ഡ് തിങ്സ്. ആരാണ് വീട്ടിലത് നിങ്ങളെ സഹായിക്കുന്നത് കണ്ടെത്താനായിട്ട്? പാപ്പ, മദർ, അതുപോലെ ബ്രദർ ഉണ്ടെങ്കിൽ അവരൊക്കെ നമ്മളെ സഹായിക്കും. ഹൂ ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് ദീസ് മിസ്പ്ലേസ്ഡ് തിങ്സ്? പാപ്പ, ദെൻ കംസ് മദർ, ബ്രദർ, അതൊക്കെ എഴുതാം കേട്ടോ. സിസ്റ്ററൊക്കെ എഴുതാം. അടുത്ത് ഹൗ വുഡ് യു എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദം? ഹൗ വുഡ് യു എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദം? അവരോട് എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കുക? ഹൗ ഡു യു എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ദം? I would say thank you for expressing the gratitude. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.